പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആധുനിക സാങ്കേതിക വിദ്യ വളരെ സ്മാർട്ടായി ഉപയോഗിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. അതേ പാത തിരുവനന്തപുരം നഗരസഭയിൽ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭ നിങ്ങൾ വരുന്ന ബഡ്ജറ്റിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെയധികം നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം തിരുവനന്തപുരം നഗരത്തിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ബഡ്ജറ്റ് ആയിരിക്കും. അതിന് നിങ്ങൾക്ക് കുറച്ച് നാളുകൾ വെയിറ്റ് ചെയ്യാം. ഈ സോഷ്യൽ മീഡിയ വളരെ നന്നായി ഉപയോഗിക്കുന്ന ആളാണ് ആശാനാഥ് GS എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒട്ടേറെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആശാനാഥ് GS, ആശാനാഥ്, ഇങ്ങനെയൊക്കെ പല പേരുകളിലായിട്ട് വളരെ സജീവമായ പ്രശ്നങ്ങൾ ഇടപെടാറും ഉണ്ട്. എങ്ങനെയാണ് ഈ PR ഒക്കെ നോക്കുന്നത്? എനിക്ക് ആശാനാഥ് GS എന്നൊരു ഫേസ്ബുക്ക് പേജും ഒരു അക്കൗണ്ടുമാണ് ഉള്ളത്. അത്രേ ഉള്ളൂ. അതെ, ബാക്കി പലതും ഇത് 2 പേജ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ സെയിം ആശാനാഥ് GS, ഇതിലും ട്വിറ്ററിലും മീൻസ് എക്സിലുമുണ്ട്. ഇത്രയും ആണ് എൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട്സ്. അല്ലാതെ വേറൊന്നും എൻ്റെ പേരിലില്ല. പക്ഷെ ഒരുപാട് പേര്, കാരണം നമ്മൾ ചെയ്തിട്ടുള്ള ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 2015 ഒരു തെരഞ്ഞെടുപ്പിൽ ഫസ്റ്റ് പാപ്പനംകോട് എന്ന വാർഡിൽ എൻ്റെ മാമനായിരുന്നു അവിടുത്തെ കൗൺസിലറായിട്ട് ജയിച്ചു വന്നത്. ഒരു മരണപ്പെട്ട ശേഷം 2014 ബൈ ഇലക്ഷൻ വന്നപ്പോഴാണ് ഞാൻ മത്സരിച്ച് ജയിക്കുന്നത്. അപ്പം മുതൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ അന്നുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കാരണം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളല്ല അപ്ഡേറ്റ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അന്നു തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചെയ്ത് മറ്റുള്ളവരെ അറിയണമെന്ന ഉദ്ദേശിച്ച് തന്നെയാണ്. കാരണം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദ്യം വരരുത്. കാരണം നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഫേസ്ബുക്ക് ആദ്യം തുടങ്ങി. ഫേസ്ബുക്ക് വഴിയാണ് ഓരോ കാര്യങ്ങളും ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് അത് ഇൻസ്റ്റയിലോട്ടും ഒക്കെ തന്നെ പോയത്. അപ്പോൾ അത് തന്നെ ഫസ്റ്റ് തന്നെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് ആളുകൾ പറയുന്നു ഇത്രയും കാര്യങ്ങൾ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ ഇത്രയധികം പദ്ധതികളുണ്ട് എന്നൊക്കെ തന്നെ നമ്മൾ അറിയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്ത് തുടങ്ങിയ ശേഷം പല കൗൺസിലർമാരും പലതും ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ഇതേപോലെ ചെയ്യാൻ തുടങ്ങി. അവർക്കും നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടി. അതിനുശേഷം ഞാൻ നാളിതുവരെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കുറച്ച് ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് മാത്രം കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും അതിൻ്റെ ഈ ഷെഡ്യൂൾ കഴിഞ്ഞ ശേഷം തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് അറിയേണ്ട പദ്ധതികളായാലും ഒക്കെ തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ പ്രാവർത്തികമാക്കേണ്ട പദ്ധതികൾ, ജനകീയാസൂത്രണ പദ്ധതികളൊക്കെ തന്നെ കൃത്യമായിട്ട് നവമാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ജനങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തോന്നുന്നു. തീർച്ചയായിട്ടും ഒഫീഷ്യൽ അക്കൗണ്ടിലേക്ക് അല്ലേ?